എനിക്ക് എന്തെങ്കിലും ഒരു മുസീബത്ത് വന്നാൽ അതിൽ അർബഅ്നിഅം 4 അനുഗ്രഹങ്ങൾ എനിക്കുണ്ട്. ഒന്നാമത്തെ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മുസീബത്ത് എനിക്ക് വന്നിട്ടുള്ളൊരു കാര്യം അന്നഹ ലം തകുൻ ഫി ദീനി എന്നാണ് ഒന്നാമത്തത്. അതായത് അതെനിക്ക് ദീനിലല്ലല്ലോ വന്നതെന്നാണ്. നമുക്ക് ദീനിൻ്റെ കാര്യത്തിൽ ഒരു പരീക്ഷണം വരുന്നതിനേക്കാളും നല്ലതാണ് ദുനിയാവിൻ്റെ കാര്യത്തിൽ വരുന്നത്. കാരണം ദുനിയാവിൽ എന്ത് പരീക്ഷണങ്ങൾ വന്നാലും അതിൻ്റെ നഷ്ടം മരണത്തിൻ്റെ ഇപ്പുറത്ത് പരിമിതമാണ്. ഒരുപക്ഷെ വീട് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ആരോഗ്യം നഷ്ടപ്പെട്ടു, എന്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഇവിടെ പരിമിതമാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. മരിക്കണോടുകൂടെ അതൊക്കെ തീർന്നില്ലേ, എല്ലാം തീർന്നു. അപ്പോൾ മരണത്തോടുകൂടെ തീരുന്നതാണ് ഭൗതിക ജീവിതത്തിലെ പരീക്ഷണം. എന്നാൽ ദീനിന് നഷ്ടം വന്നാലോ, നമ്മുടെ ഈമാൻ പോയി, അല്ലെങ്കിൽ നമ്മൾ നിസ്കാരം നിന്നു, അല്ലെങ്കിൽ നമ്മളിൽ വിശ്വാസപരമായിട്ടുള്ള സംശയങ്ങളും ദുർബലതകളും വന്നു, ഇതൊക്കെ വളരെ വലിയ പ്രശ്നമാണ്. അപ്പോൾ അത് നമ്മളെ പരലോകത്തെ ബാധിക്കും, ശാശ്വതമായ സ്വർഗത്തെ ബാധിക്കും. ഒരിക്കലും ബുദ്ധിമുട്ട് വന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷേ അതെൻ്റെ ദീനിലല്ലല്ലോ എന്നതാണ് അള്ളാഹു എന്നോട് ചെയ്ത ഒരനുഗ്രഹം. രണ്ടാമത്തത് എന്താണ്? അന്നഹ ലം തകുൻ അക്ബർ മിൻഹ. എന്താണ് ഇപ്പം എനിക്ക് വന്നത്? എന്താണ് എൻ്റെ ഒരു കാല് ഫ്രാക്ചറായി, മുറിഞ്ഞു പോയി, നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി അല്ലേ. അതിപ്പോൾ എൻ്റെ ഒരു ഹൃദയത്തിനാണ് വന്നതെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ തലച്ചോറിനാണ് വന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇപ്പോൾ നമ്മൾ ഏതൊരു മുസീബത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ആ മുസീബത്ത് ചെറുതാണ്, കാരണം അതിനേക്കാളും വലുത് നമുക്ക് ലഭിക്കും. അപ്പോൾ ഇതിനേക്കാളും വലുതൊന്ന് തന്നില്ലല്ലോ എന്നത് രണ്ടാമത്തെ അനുഗ്രഹം. ഈ ഒരു ചെറിയ പ്രയാസം കൊണ്ട് അള്ളാഹു നിർത്തി വെച്ചല്ലോ എന്നതാണ് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്കത് വന്നിട്ടും എനിക്കെൻ്റെ അള്ളാഹുവിനോട് യാതൊരു വിധത്തിലുള്ള വെറുപ്പോ മനസ്സിലൊരു സുഖത്തോ ഒരു വിഷമമോ എനിക്കുണ്ടായില്ല. അതൊരു വലിയ അനുഗ്രഹമാണ്. കാരണം അള്ളാഹു നമുക്ക് പരീക്ഷണങ്ങൾ തരുമ്പോൾ നമുക്കത് നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്നത്. അള്ളാഹിനെ പറ്റിയൊരു സുഖമുള്ള തന്നെ ഒരു മോശമായ വിചാരം അതൊന്നും സൃഷ്ടിക്കപ്പെടാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു നമുക്ക് തരുന്നൊരു അനുഗ്രഹം തന്നെ. അല്ല പരീക്ഷണങ്ങൾ തന്നിട്ടും അത് നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ തൃപ്തിയെ അതെന്ത് ചെയ്യുക, ബാധിക്കാതിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ അത് നമ്മുടെ മാനസിക സമാധാനത്തിലോ സന്തോഷത്തിലോ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ അനുഗ്രഹം എന്താണ്? അന്നനി അർജു സബാബ് അല്ലാഹി അലൈഹ. അതിൽ അള്ളാഹുവിൻ്റെ പ്രതിഫലത്തെ ഞാൻ ആഗ്രഹിക്കും. അതെനിക്ക് കൂലി തരുമല്ലോ എന്നാണ്. ഞാനിപ്പോൾ ഈ സൈക്കിണീൻ്റെ അളവനുസരിച്ചിട്ട് എനിക്കതിനുള്ള പ്രതിഫലം അള്ളാഹു തരുമല്ലോ എന്നതാണ് നാലാമത്തെ കാര്യം. സത്യത്തിൽ ഈ നമ്മുടെ കൂട്ടത്തിൽ എന്ത് പ്രയാസങ്ങൾ ആൾക്കാരാണ് ഇത് ചിന്തിച്ചാൽ, അള്ളാഹു എൻ്റെ ദീനിൽ എനിക്ക് പ്രശ്നങ്ങൾ തന്നില്ലല്ലോ, അതേപോലെ തന്നെ ഇത്ര ചെറുതല്ലേ എനിക്ക് തന്നുള്ളതിനേക്കാൾ വലുത് തന്നില്ലല്ലോ, അതിൻ്റെ മാനസികമായ സ്വസ്ഥതയെയും സംതൃപ്തിയെയും ബാധിച്ചില്ലല്ലോ, അതേപോലെ തന്നെ ഇതിനൊക്കെ എനിക്ക് ഇതിൻ്റെ പ്രയാസത്തിനനുസരിച്ച് പ്രതിഫലമുണ്ടാകുമല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ എന്താണ്, നമുക്ക് എന്തൊരു സന്തോഷമാണ്. അതാണ് ഇന്ന അമ്രഹു കുല്ലഹു ലഹു ഖൈർ. എല്ലാ കാര്യവും ഖൈറാണ്. സന്തോഷമാണെങ്കിൽ നന്ദി ചെയ്യും, അപ്പോൾ പ്രതിഫലം കിട്ടും. പ്രയാസമാണെങ്കിൽ സഹിക്കും, അപ്പോൾ അതിനെന്ത് ചെയ്യും, ആ ക്ഷമക്ക് കൂലി കിട്ടും. അപ്പോൾ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ഒന്നും നഷ്ടമല്ല. എന്തെങ്കിലും പ്രയാസമുള്ളവർ ഈ 4 കാര്യം ചിന്തിച്ച് നമ്മുടെ മനസ്സിനെ സമാധാനപ്പെടുത്താനും പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാനും നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സഹായിക്കട്ടെ.